അപ്പോൾ ഇനി വീട് തന്നെ കാഴ്ച ബംഗ്ലാവാക്കിയ ഇടത്തേക്കാണ് പത്തനംതിട്ട ടീം നമ്മളെ കൊണ്ടുപോകുന്നത്. പത്തനംതിട്ട തട്ടയിലുള്ള ചിക്കുവിന്റെ നന്ദനം ഫാം ആർക്കും ഒരു വ്യത്യസ്തതയുള്ള കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീകുമാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മൃഗങ്ങളെ കാണാൻ ഒന്നുകിൽ കാട്ടിൽ പോകണം, അല്ലെങ്കിലോ കാഴ്ച ബംഗ്ലാവിൽ പോകണം. പത്തനംതിട്ടക്കാർക്ക് കാഴ്ച ബംഗ്ലാവ് എന്തായാലും അടുത്തൊന്നുമില്ല. അങ്ങനെ ഒരു പ്രൈവറ്റ് സൂ, ഒരു വീട്ടിലൊരു കാഴ്ച ബംഗ്ലാവ് ഒരുക്കിയ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. നന്ദനം ഫാമിലേക്കാണ് ഇന്നത്തെ യാത്ര. സഞ്ജയ് ഇക്ബാലും അഭിലാഷും ഞാനും കൂടി പോകുന്നത് നന്ദനം ഫാമിലേക്കാണ്. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് തട്ടയിലെ നന്ദനം ഫാമിലാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ചിക്കു എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. ചേട്ടാ, യഥാർത്ഥത്തിൽ ചിക്കു എന്ന് തന്നെയാണോ പേര്? ഒറിജിനൽ പേര് അയ്യപ്പരായനാണ്, പക്ഷേ സോഷ്യൽ മീഡിയയിൽ ചിക്കു നന്ദനാണ് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ഒരു വെറൈറ്റികൾ ഇവിടെ ഉള്ളത്? ഇതൊരു പഴയ നാലുകെട്ട് വീടാണ്. ഇവിടെ ഞാനൊരു വീടിനോട് ചേർന്ന് തന്നെ ഒരു മൃഗശാല സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഗിനിപ്പന്നി മുതൽ ഒട്ടകം വരെയുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ വീട്ടിലുണ്ട്. ഓരോന്നും നമുക്ക് എല്ലാം സിനിമാ താരങ്ങളാണ്. നമ്മൾ സിനിമാ ഫീൽഡാണ് കൂടുതലായിട്ടും ചെയ്യുന്നത്. അതേപോലെ തന്നെ വെഡിങ് പർപ്പസ്, അഡ്വർടൈസ്മെൻ്റ് ഒക്കെ നമ്മൾ ഇവിടുന്ന് ആനിമൽസിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരൊന്ന് കണ്ടിട്ട് വന്നാലോ? തീർച്ചയായും നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ചേട്ടാ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് വരാൻ കാരണം, ക്രൈസിലേക്ക് വരാൻ? ഇത് പണ്ടേ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു ഒത്തിരി കാളയും കാളവണ്ടിയൊക്കെ ഉള്ള ഒരു പഴയ നാലുകെട്ട് കുടുംബമായിരുന്നു. അപ്പോൾ ഒരു കാളവണ്ടി വാങ്ങിക്കണം എന്നുള്ള ഒരു ആഗ്രഹമായിട്ട് പോയതാണ്. കിട്ടിയത് നമുക്കൊരു കുതിരവണ്ടിയാണ്. അപ്പോൾ കുതിരവണ്ടി വാങ്ങിച്ചപ്പോൾ കുതിരയെ വാങ്ങിക്കണമെന്നൊരു ആഗ്രഹമായി. അങ്ങനെ ഓരോന്നോരോന്ന് നമ്മൾ കളക്ട് ചെയ്ത് കൊണ്ടുവന്നു. ഇപ്പോഴാണ് ഒരു 2 വർഷമേ ആയിട്ടുള്ളൂ ഈ ഫാം ആൾക്കാർക്ക് വേണ്ടി ഓപ്പൺ ആക്കി കൊടുത്തിട്ട്. ഇത് ചെമ്മരിയാട്, ബെന്നൂർ ചീപ്പ് എന്ന് പറയും. മീൻസ് കർണാടകയിലെ ബെന്നൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്ന ചെമ്മരിയാട്. നമ്മൾ കമ്പിളി പപ്പൊക്കെ ഉണ്ടാക്കാൻ ഇതിൻ്റെ ഹെയറാണ് യൂസ് ചെയ്യുന്നത്. എന്താ ആളുടെ പേരെന്താ? ഇത് ഹൈദ എന്നാണ് ഒട്ടകത്തിൻ്റെ പേര്. നമ്മൾ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധാരണ നമ്മൾ ഈ മരുഭൂമിയിലാണല്ലോ ഈ ഒട്ടകം. അപ്പോൾ ഇതിൻ്റെ നാട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് എങ്ങനെയാണ്? നാട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ വരുന്നത്, തൊലിപ്പുറത്തുണ്ടാകുന്ന അസുഖങ്ങൾ. അപ്പോൾ ആ അസുഖങ്ങൾ വരാതിരിക്കാനാണ് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നാ കേട്ടോ? ഇത് നേരത്തെ പണ്ടുതൊട്ടേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നതാണ്. എൻ്റെ ഇത്തിരി ഇവിടെ ഉള്ളതിൽ ഏറ്റവും ഇച്ചിരി പ്രായം ചെന്ന ഒരു കുതിരയാണ്. എന്തൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് പ്രധാനമായിട്ട്? അറ്റ്ലീസ്റ്റ് നമ്മളിവിടെ റൈഡിംഗ് ആണ് കൂടുതലും ചെയ്യുന്നത്. ഇവിടെ കുട്ടികൾക്കും ഇല്ലെങ്കിൽ ലേഡീസിനെ ജെൻസിനെ എല്ലാവർക്കും റൈഡിംഗ് പർപ്പസിനാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇത് ബിർള എന്നാണ് പേര്. ബിർള ആൺകുതിരയാണ്. പോണി വർഗത്തിൽപ്പെട്ട കുതിരയാണ്. മീൻസ് കുതിര ഇനത്തിൽ ഏറ്റവും വില കുറഞ്ഞ കുതിര എന്ന് പറയാം. ഇവിടെ നമ്മൾ കുതിരവണ്ടി വലിക്കാനുള്ള പർപ്പസിനാണ് ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഒരു പാമ്പില്ലേ ഏട്ടാ? പാമ്പിനെ പെരുമ്പാമ്പ്. അതെ 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 അതെ, ആ ദൃശ്യങ്ങളാണ്, ആ പെരുമ്പാമ്പിൻ്റെ ദൃശ്യങ്ങളാണ്. പെരുമ്പാമ്പ് എന്ന് പറഞ്ഞാൽ പെരുമ്പാമ്പിൻ്റെ ഒരു മിനിയേച്ചർ അല്ലേ ചേട്ടാ? ഇതെന്താ ശരിക്ക്? അമേരിക്കൻ പൈത്തൻ എന്ന് പറയും, ബോൾ പൈത്തൻ എന്ന് പറയും. ബോൾ പൈത്തൻ മീൻസ് ഇത് വിഷമില്ലാത്ത ടൈപ്പിലെ പാമ്പാണ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ ഫുഡ് കൊടുത്താണ്, അതുകൊണ്ടാണ് കയ്യിലെടുക്കാൻ പറ്റാത്തത്. അല്ലെങ്കിൽ നമുക്ക് കയ്യിലെടുക്കാം. കുട്ടികളൊക്കെ ഇവിടെ ഇതിനു വേണ്ടി തന്നെയാണ് വരുന്നത്. പാമ്പിനെ കയ്യിലെടുത്ത് കുട്ടികളുടെ പേടി മാറ്റുക എന്നുള്ളൊരു ഉദ്ദേശമാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. ഇത് ഗ്രേ പാരറ്റ് എന്ന് പറയും. അത് നമുക്ക് നല്ലപോലെ നമ്മളുമായിട്ട് ടൈംഡുള്ള ഒരു ഗ്രേ പാരറ്റാണ്. കണ്ടില്ലേ, നല്ല ഫുൾ ടൈംഡാണ്.
ഇപ്പോൾ ഏകദേശം ഒരു 7 മന്തേ ആയിട്ടുള്ളൂ. ഒരു വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും സംസാരിച്ചു തുടങ്ങും. പെട്ടെന്ന് ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാം. അതെ അതെ അതെ, നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ നമ്മൾ ഇരുത്തി പറഞ്ഞു കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബ്രഹ്മയുഗത്തിലൊരു താരം ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കതൊന്ന് കണ്ടുവരാം. ചേട്ടാ ഇത് എന്താ സാധനം? അത് ആദ്യം പറ. ഇത് ബ്രഹ്മയുഗത്തിലെ സിദ്ധാർത്ഥ് കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് മമ്മൂട്ടിക്ക് വേവിച്ചു കൊടുക്കുന്ന സീനിനകത്ത് അഭിനയിച്ച ഫരറ്റ് എന്ന് പറയുന്ന ഒരു ജീവിയാണിത്. ഇത് കീരിയാണോ? അത് എന്താ സംഭവം? കീരി എന്ന് പറയാൻ പറ്റത്തില്ല, വേണമെങ്കിൽ വെള്ളക്കീരി എന്നൊക്കെ പറയാം. ഇത് കളർ ചേഞ്ച് ചെയ്യും. ഇപ്പോൾ യെല്ലോ കളറാണ്, ഇനി പ്യുവർ വൈറ്റ് ആവും. എന്തായാലും ഇതൊരു അത്ഭുത കാഴ്ചയാണ്, ഒരു ക്രൈസിൻ്റെ ഭാഗമായി തുടങ്ങിയതാണ്. പക്ഷേ ചേട്ടൻ ഇപ്പോൾ അതൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണ്. എന്തായാലും വലിയ സന്തോഷത്തിലാണ്. 2 ഏക്കറോളം വരുന്ന സ്ഥലത്ത് അതിമനോഹരമായ രീതിയിൽ, ഇന്നിപ്പോൾ ആളില്ല, അടുത്ത ശനിയാഴ്ചകളിലൊക്കെയാണ്, ഞായറാഴ്ചകളിലൊക്കെയാണ് കാര്യമായ രീതിയിൽ അതിൽ ഹോഴ്സ് റൈഡിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് നന്ദനം ഫാമിൽ വരാം, കാഴ്ചകൾ കാണാം, നല്ല സന്തോഷമായിട്ട് മടങ്ങാം, മൃഗങ്ങളെയൊക്കെ കാണാം. ചെറിയൊരു സൂ എന്ന് വേണമെങ്കിൽ, കാഴ്ചബംഗ്ലാവ് എന്ന് വേണമെങ്കിൽ പറയാം. ചുക്കുചേട്ടൻ്റെ ആ സന്തോഷത്തിനൊപ്പം നമ്മളും ചേരുകയാണ്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലാണ്, ഗതാഗതം അഭിലാഷ് കൈതമണ്ണിൽ, ശ്രീകുമാർ സൈനിങ് ഓഫ്. അപ്പോൾ ഒരു കുതിരവണ്ടി വാങ്ങി തുടങ്ങിയിട്ട് ഒരു മിനി കാഴ്ച ബംഗ്ലാവ് തന്നെ വീട്ടിൽ തീർത്തിരിക്കുകയാണ് ജിക്കു ചേട്ടൻ. ഏതായാലും പത്തനംതിട്ടയിലാണ്, തട്ടയിലാണ്, നമ്മുടെയൊക്കെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലം കൂടിയാണ്. ഏതായാലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന കാഴ്ചകൾ അവിടെ ഉണ്ട്. മറക്കണ്ട, തട്ടയിലെ നന്ദനം ഫാം.